ഹലോ, എല്ലാവർക്കും നിയ ഹന അഡ്വഞ്ചേഴ്സിലേക്ക് സ്വാഗതം. ക്യാമറ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ. ഇതെന്താ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹന്നമോള് കുടിച്ച് വെച്ചിട്ട് ബാക്കി സിപ്പപ്പ് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നലെ മുതൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈ സൗദി അറേബ്യയിൽ ലാസ്റ്റ് 2024 മെയ് 25-നായിരുന്നു രമിയും, അതായത് എൻ്റെ ഹസ്ബൻഡും മക്കൾസും നിയമോളും അന്നമോളും രമിയുടെ അമ്മ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, അമ്മയെ സൗദി അറേബ്യയിലേക്ക് വന്നത്. അപ്പോൾ ഈ വീടാട്ടോ ഞാൻ റെൻറ്റിനെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വീടെല്ലാം കണ്ടുപിടിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വീട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല കിട്ടുന്നത്. ഭയങ്കര പൊടിയൊക്കെ ആയിരിക്കും. നമ്മൾ വേണം എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിട്ട്. അങ്ങനെ ഞാൻ ഈ വീട് നമുക്ക് വേണ്ടെന്നുള്ള രീതിയിൽ റെഡിയാക്കിയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ വീട് എടുത്ത സമയത്ത് നമ്മൾ സോഫ സെറ്റും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സും അത് ഇങ്ങനെ വെക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, 10th ഞാൻ വീടെടുത്തു, പിന്നെ ക്ലീനിങ്ങിനെല്ലാം ആളെ ഏർപ്പാടാക്കി, പിന്നെ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അതായത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇടയ്ക്ക് വന്നു വെച്ചിട്ട് വീട് എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ക്ലീനേഴ്സിനെല്ലാം ഏർപ്പാടാക്കുന്നതും എല്ലാ AC എല്ലാം റൂമിൽ ഫിറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ എനിക്ക് അതിൻ്റെ ടൈമൊന്നും കിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഷോപ്പൊന്നും എനിക്ക് അറിയത്തില്ലായില്ല. സോ രമി വന്നതിന് ശേഷം ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ ഞാനിങ്ങനെ അതായത് അമ്മ മെയ് 25-ന് വന്നിട്ട് ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ, അതായത് അമ്മയുടെ അമ്മയ്ക്ക് എൻ്റെ ഒരു പഴയ വ്ളോഗിലുണ്ട് കേട്ടോ അമ്മയുടെ അമ്മ. അപ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ അമ്മേനെ കാണണം, അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. സോ അമ്മ ഞങ്ങളോട് നിന്ന് വെച്ചിട്ട് അമ്മ ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു August 5th ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്മ റിട്ടേൺ പോയി. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വെക്കേഷനൊക്കെ പോയിട്ടുണ്ടായി. വെക്കേഷനല്ല, ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. രമിക്ക് മേജർ അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞു. ഇവിടെ നിന്നായിരുന്നു ഫസ്റ്റ് ലൈഫ് സേവിങ് റെഫറലെല്ലാം പോയതും എല്ലാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് തന്നെ ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോയി. അത് ഞങ്ങൾ ഫെബ്രുവരി പോയി. ഫെബ്രുവരിയിൽ ഞാൻ മീൻസ് ഇതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് റിട്ടേൺ കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ മാർച്ച് 5th ഒക്കെ ആയപ്പോഴത്തേക്ക് റിട്ടേൺ പോന്നു. ബട്ട് ഇവരത് കഴിഞ്ഞ് വെച്ചിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫാമിലി വിസ എല്ലാം റെഡിയാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലി വിസയിലാണ് നെക്സ്റ്റ് രമിയും മക്കൾസും കയറി വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോൾ അമ്മയില്ലാന്ന് വെച്ചിട്ട്, അതായത് അമ്മേനെ കണ്ടിച്ചിട്ടാണ് വന്നത്. എന്നിരുന്നാൽ പോലും ഈ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഒന്ന് നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി. അത്ര ഇപ്പോൾ എല്ലാവരും ഭയങ്കര മനോഹരമായിട്ട് ചെയ്യുന്നു, അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ കാണുമ്പോൾ. അത് നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് വെച്ചിട്ട് അതുണ്ടാക്കുന്ന ആളല്ല കേട്ടോ. അമ്മ ഉള്ള സാധനം വെച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന ആളാണ്. വീട്ടിൽ എന്താണുള്ളത്, സാധാ പേപ്പേഴ്സ്, പിന്നെ നമ്മൾ ആ സമയത്ത് മറ്റേ പിസ്തയൊക്കെ മേടിക്കുമായിരുന്നു, അതിൻ്റെ ആ ഷെല്ല് പോലത്തെ ഇതില്ലേ, അതെല്ലാം വെച്ച് വെച്ചിട്ട്, പിന്നെ ആർക്കും വേണ്ടാത്ത കാർട്ടൂൺസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും മേടിക്കുന്നുണ്ടായില്ല. പിന്നെ കേക്കൊക്കെ കഴിച്ച് വെച്ചിട്ട് കേക്കിൻ്റെ ലാസ്റ്റ് ഒരു ഇതില്ലേ, ആ കേക്ക് ഇരിക്കുന്ന ആ ഒരു കാർട്ടൂൺ പോലത്തെയോ അതിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ സാധാ ടിഷ്യൂ പേപ്പേഴ്സിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്നാൽ അവിടെ ഓരോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ സാധനമല്ലേ, ഇത് അമ്മ ഉണ്ടാക്കിയതാട്ടോ. ഇത് സാധാ ടിഷ്യൂ പേപ്പേഴ്സിലുണ്ടാക്കിയതാണ്. ഇത് കുറേ പേപ്പേഴ്സ് റോൾ ചെയ്ത് അതിൻ്റെ സ്റ്റെമ്മാക്കിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, പിസ്തയുടെയൊക്കെ ഷെല്ല് പോലത്തേൽ പിള്ളേരുടെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയതാട്ടോ ഇത്.
പിന്നെ ഇതെല്ലാം സാധാ പേപ്പേഴ്സില്ലേ, പേപ്പേഴ്സ് റോൾ ചെയ്ത് വെച്ചിട്ട് അതിൽ വെച്ചതാണ്. പിന്നെ ഇതെല്ലാം അല്ലാണ്ട് നമ്മൾ വേസ്റ്റായിട്ട് കളയാൻ വേണ്ടിയിരുന്ന സാധനങ്ങളിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അമ്മ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് സാധാ അല്ലാത്ത പേപ്പേഴ്സില്ലേ, ഇതാട്ടോ ഞാൻ പറഞ്ഞത് കേക്കിൻ്റെ ആ ബേക്ക് പോർഷനിലിരിക്കത്തില്ലേ അത്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇതെന്തിൻ്റെ ആണെന്നറിയോ അമ്മ ഉണ്ടാക്കിയത്? ഇത് എഗ്ഗിൻ്റെ, നമ്മൾ എഗ്ഗ് കിട്ടുന്ന ആ ഒരു ഇതില്ലേ, ഒരു എഗ്ഗിരിക്കുന്നത് ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ആ കാർട്ടൂൺ പോലത്തെ അതിൻ്റെ ഇത് വെച്ച് വെച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് അമ്മ പിന്നൊക്കെ വെച്ച് വെച്ചിട്ട് അങ്ങ് കുത്തി അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന്. ഇത് കണ്ടോ, ഇത് സാധാ പേപ്പേഴ്സാണ്. പേപ്പേഴ്സ് അമ്മ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഇത് മറ്റേ പിസ്തയുടെ ഷെല്ലാട്ടോ. പിന്നെ ഈ ബാക്കിലിരിക്കുന്നതെല്ലാം. പിന്നെ ഇതില്ലേ, അയ്യോ, ഇത് ഇങ്ങനെ കമ്പി, സാധാ ചെറിയ തിൻ കമ്പിയില്ലേ, അതിൽ ഈ മഞ്ഞ കളറും ഈ പിങ്ക് കളർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഉള്ളിക്കവറില്ലേ, ആ കവർ വെച്ച് വെച്ചിട്ടുണ്ടാക്കിയത്. പിന്നെ ഇതിൽ അമ്മ ടിഷ്യൂ പേപ്പറിൽ കളർ അടിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച്, ഇത് നമ്മുടെ സാധാ വെള്ളക്കുപ്പിയുടെ ക്യാപ്പിൽ അമ്മ ഷെല്ല് ആക്കി വയ്ക്കുന്നതാണ്. ഇതും പിന്നെ അതുപോലെ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരാൾ മക്കൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് തന്നു കേട്ടോ. ആ സ്വീറ്റ്സ് ഇരുന്ന ആ നമ്മൾ സ്വീറ്റ്സ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് കളയില്ലേ, അതിലിരുന്ന വേസ്റ്റിൻ്റെ അതിൽ അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കണ്ടോ, ഇയർബഡ്സൊക്കെ വെച്ച് വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മയുടെ കലവരിതകൾ നമ്മുടെ മക്കൾസിന് കിട്ടത്തില്ലേ. അപ്പോൾ അവരൊരു ദിവസം ഈ വീട് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ, അതായത് ഈവനിങ് ഒന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും അവർ ചെയ്തു വച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ബട്ടണും പ്രസ് ചെയ്തേക്കുക. ഓക്കെ. പിന്നെ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലൊരു നമ്മുടെ ഷീറ്റാക്കിയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം, അമ്മ ഒന്ന് കണ്ടേക്കിട്ടാം. ഇതാട്ടോ, ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇത് നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. എന്നിട്ട് ഇന്നലെ ആയിരുന്നു ഞങ്ങൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ എന്നാൽ.